എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്, ഒരു മധുരമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ഗൈസ്. ഇതിലേക്ക് ഒരു കട്ടൻ ചായം കൂടി ആകുമ്പോൾ സൂപ്പറാ. ആഹാ അന്തസ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്ത് പറ്റി? പൊതുത്തുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇറച്ചിപ്പത്തിരിയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കണ്ടോ, അടിപൊളി ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അല്ലേ. അതിന് മുന്നേ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടിയപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ മൈദമാവ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിൻ്റെയും ഗരം മസാലിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറോളം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ അത്. ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ഇത് നമ്മളോടൊക്കെ ശരിക്കും കോഴിക്കോട്ടുകാർ പറയുന്നത് ഇതിന് പണ്ടം എന്നാണ് കേട്ടോ. പണ്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്താ പണ്ടം എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലേ എന്ന് കഴിക്കാറ്. പക്ഷെ നമ്മളവിടെ പറയല് ഇതിന് പണ്ടം, സമൂസൻ്റെ പണ്ടം, ഇറച്ചിപ്പത്തിരിയുടെ പണ്ടം, അങ്ങനെയാണ് പറയട്ടോ. അപ്പം മാവും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാവ് ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത്. നമ്മുടെ പൂരിക്കൊക്കെ പറ്റല്ലോ, ആ ഒരു വലുപ്പത്തിലാണ് വേണ്ടത്. കണ്ടോ. അപ്പോൾ ഇവിടെ പത്തിരി സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ പൂരിക്ക് പരത്തണ സെയിം സൈസിലാണ് കേട്ടോ പരത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കാര്യം കൂടി വേണം കേട്ടോ. അതാ കോഴിമുട്ട. ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടീസ്പൂണാണേ, നോട്ട് ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇതാവുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. നന്നായിട്ട് പതഞ്ഞ് വരണേ. സ്പൂണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് കിട്ടൂല, പത കിട്ടൂല. ഇത് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ. നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടൊരു പത്തിരി വെക്കാം. അതിന് മുകൾക്ക് കുറച്ച് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾക്ക് വേറൊരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കണേ. ഓക്കെ. ഇനിയാണ് ഇതിൻ്റെ വേറൊരു പരിപാടി. ഇതിൻ്റെ ഈ സൈഡ് ഫുള്ളും ഇങ്ങനെ ഒന്ന് മടുക്കണം കേട്ടോ. ഇത് മദർ മടക്കി കാണിച്ചു തരും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മുടഞ്ഞ് വരണം കേട്ടോ. സംഭവം കുറച്ച്
പണിയാണ്. പക്ഷെ ഇത് എക്സ്പേർട്ടായ ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ അമ്മക്ക് നല്ലോണം അറിയാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം. രസത്തിൽ മുടങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്യേ. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഈ ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അതിൽ ഒന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഒന്നെടുക്കുക, ഇതിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് മുക്കിയെടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ടെടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്, അടുത്ത സൈഡും കൂടി മറിച്ചെടുക്കട്ടോ. കണ്ടോ ഗായ്സ്, ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചോക്കാട്ടോ. ചൂടൊന്നുമില്ല ഗൈസ്. നല്ല അടിപൊളിയാണ്. സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള എരിവുണ്ട്, മധുരമുണ്ട്, സൂപ്പർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരാം. ബൈ.